നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ പഴുതടച്ച നിരീക്ഷണമാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നത്. ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ, സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ, ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡുകൾ, മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്നിവ നിരീക്ഷണ സജ്ജരായി രംഗത്തുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും 9 വീതം ഫ്ലൈയിംഗ് സ്ക്വാഡുകളും സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളും 24 മണിക്കൂറും നിരീക്ഷണ സജ്ജരായി രംഗത്തുണ്ടായിരുന്നു. അനധികൃതമായി സ്ഥാപിച്ച 50,184 പ്രചാരണ ബോർഡുകളും സാമഗ്രികളും ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് സി വിജിൽ ആപ്പിലൂടെ ലഭിച്ച 19,372 പരാതികളും സമയബന്ധിതമായി പരിഹരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ പോളിംഗ് ദിനം വരെ 24 ദിവസം സമൂഹമാധ്യമങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, പത്രമാധ്യമങ്ങൾ എന്നിവ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഇടതടവില്ലാതെ നിരീക്ഷിച്ചിരുന്നു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ NB ബിജുവിന്റെ നേതൃത്വത്തിലാണ് ടീം പ്രവർത്തിച്ചിരുന്നത്. വോട്ടെടുപ്പ് നാളിൽ ജില്ലയിലെ ഒരു ഓക്സിലറി ബൂത്ത് ഉൾപ്പെടെ 3149 ബൂത്തുകളും നിരീക്ഷണ വലയത്തിലാക്കിയാണ് കളക്ടറേറ്റിലുള്ള വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം പ്രവർത്തിച്ചത്. ബൂത്തുകൾക്കുള്ളിലുള്ള ഓരോ ചലനവും തത്സമയം നിരീക്ഷിക്കാനും കൃത്യമായ വിവരങ്ങൾ ക്രോഡീകരിക്കാനും സാധിച്ചതോടെ പരാതികൾക്ക് ഇടയില്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിച്ചു. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഇത്തവണ AI ഇന്റഗ്രേറ്റഡ് വെബ്കാസ്റ്റിംഗ് സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ബൂത്തിനകത്തും പുറത്തുമായി 2 ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. ഇന്റർനെറ്റ് സംവിധാനം ലഭ്യമല്ലാതിരുന്ന 6 ഷാഡോ ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായും റെക്കോർഡ് ചെയ്യാനും വിവരങ്ങൾ തത്സമയം കൺട്രോൾ റൂമിൽ ശേഖരിക്കാനുമുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. പ്രശ്നബാധിത ബൂത്തുകളിൽ റിട്ടേണിംഗ് ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ ക്യാമറകളും സജ്ജീകരിച്ചിരുന്നു. കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ ഓരോ നിയോജക മണ്ഡലത്തിനും 3 ടെലിവിഷനുകളും ലാപ്ടോപ്പുകളും വീതമാണ് വെബ്കാസ്റ്റിംഗിനായി ഉപയോഗിച്ചത്. പോളിംഗ് ശതമാനം വേഗത്തിൽ ക്രോഡീകരിക്കുന്നതിന് പ്രോ ആപ്പും വോട്ടെടുപ്പ് ദിവസം സജീവമായിരുന്നു. ജില്ലാ കളക്ടർ G. പ്രിയങ്ക കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് നിയന്ത്രിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.